ഹായ് ഹലോ നമസ്കാരം ആര്യാണ്. ഞങ്ങൾ ഈ പാട്ടും പാടി പോകുന്ന ഇന്നൊരു ട്രിപ്പ് മൂടാണ് ഗൈസ്. അപ്പൊ നമ്മൾ മാത്രമല്ല ഇന്ന് ഈ ട്രിപ്പിലുള്ളത്. കുമ്മണ്ണൂരിൽ നമ്മൾ ചിറ്റേനെയും കൊച്ചച്ചനെയും പൊന്നായിനെ പിന്നെ എന്റെ പൊന്നാങ്ങളേനെയും കൂടി എടുത്തോണ്ടാണ് നമ്മൾ കുമരകത്തിന് പോയത്. ഒരു രണ്ടരയോടെയൊക്കെ നമ്മൾ കുമരകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കേട്ടറിഞ്ഞ കിളിക്കൂട്ടി ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ 1 ഇഞ്ച് സ്ഥലമില്ലായിരുന്നു വണ്ടി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഭയങ്കര മഴയായതുകൊണ്ട് കുറച്ച് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഫുഡാണല്ലോ മെയിൻ. പിന്നെ അളിയന്മാരുടെ സ്നേഹപ്രകടനം എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കിട്ടിയ കസേരയിൽ കയറി ചാടിയങ്ങ് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഷാപ്പിൽ വരാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പോൾ അതെല്ലാം പറഞ്ഞു തീരെ ചേട്ടൻ നമ്മുടെ ഫുഡുമായിട്ട് വന്നു. എൻ്റെ പൊന്നു മക്കളെ, ഞങ്ങൾ ഈ ഒരു കരിമീൻ പൊള്ളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് എൻ്റെ ഷോർട്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം, മുടിഞ്ഞ ടേസ്റ്റ് ആയിരുന്നു കേസ്. നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോട്ടോ. അപ്പോൾ കരിമീൻ മാത്രമല്ല, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കരിമീൻ. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരിമീനായിരുന്നു കേട്ടോ. യാതൊട്ടിന് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൊച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു ഞണ്ട് കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു പ്ലേറ്റ് ഞണ്ടും വാങ്ങിച്ച് അതും വയറ്റിലാക്കിയേ. സൂപ്പറായിരുന്നു. അമ്മ ചോദിക്കട്ടെ, എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടെ ക്രാബ് ഇഷ്ടപ്പെട്ടു. പിന്നെ ചെമ്മീന്, പിന്നെ കരിമീന്. വയറും നിറച്ച് താടിയും തിരുമ്മി നിൽക്കുന്ന എൻ്റെ പൊന്നാങ്ങളെയും വാരിയിട്ട് ഞങ്ങൾ പോയത് വയറ്റിലെ ബോട്ട് ചെട്ടിയിലേക്ക് കേട്ടോ. ചെന്നപാടെ ഞങ്ങളെ ഒരു ചേട്ടൻ ബോട്ടിങ്ങിന് ഇങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ ആ ചേട്ടൻ്റെ കരവലയങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു, ആർക്കും തന്നെ നീന്തൽ അറിയത്തില്ലേ. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ എന്നോർത്ത് ചാടി കയറിയിരുന്നു. കാര്യം എന്നാന്നൊക്കെ പറഞ്ഞാലും വള്ളവുമാണല്ലോ. അപ്പം നമ്മൾ വിളിച്ചു വരുത്താത്ത ദൈവങ്ങളില്ല. അപ്പം അവരെ എല്ലാവരും വിളിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് കയറി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഒരു പേടി ഉണ്ടെങ്കിരുന്നെങ്കിലും പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പേടി ഒരു വശത്ത് നിൽക്കും, പക്ഷെ നമ്മുടെ ഒരു രസമാണ്. യാദോട്ടനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. യാദോട്ടന് ഇഷ്ടപ്പെട്ടായിരുന്നോ പൊന്നെ? ഇഷ്ടപ്പെട്ടോ? പറ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊച്ചിന് ഇഷ്ടപ്പെട്ടേ. മഴക്കാറുള്ളത് കൊണ്ടേ നമ്മൾ ഒത്തിരി നേരം ഒന്നും നിന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് കയറിയായിരുന്നേ. യാദവേ, എങ്ങനെയുണ്ടായിരുന്നു യാദവേ? കൊള്ളായിരുന്നു. എനിക്ക് ഹൗസ് ബോട്ടേ പോയാൽ മതി. ഹൗസിന്റെ ബോട്ടൊന്നും കൂടെ പോയാലോ. ബോട്ടിങ്ങും കഴിഞ്ഞ് നമ്മൾ നേരെ കയറി വന്ന ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരു തണുത്ത ക്ലൈമറ്റിൽ ഒരു ഐസ്ക്രീം കഴിക്കുന്നത് നല്ലതല്ലേ? എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കരിക്കും എടുത്തുകൊണ്ട് ഞാൻ മാറിയിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം ഇരിക്കെ തന്നെ മറ്റുള്ളവരുടെ ഐസ്ക്രീമിലേക്ക് നോക്കുന്ന ഒരു തൊര നമുക്കുള്ളതാണല്ലോ. അപ്പോൾ തൊരയും വിട്ട് എണ്ണി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ പോയത് മാർക്കറ്റിലേക്കാണ്. കാരണം കുറച്ച് കൊഞ്ചൊക്കെ വാങ്ങിക്കണമായിരുന്നു. അവിടെയാണ് നല്ല ഫ്രഷ് കൊഞ്ചും പള്ളത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ എൻ്റെ മടി കിടന്ന് യാദോട്ടിന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. യാദോട്ടിന് ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാനും ഒന്ന് ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് എൻ്റെ മുമ്പിലേക്ക് ഒരു ബൂസ്റ്റൊക്കെ കൊണ്ടു തന്നപ്പോഴത്തേനും ഞാനതും കുടിച്ചു. അപ്പം ഞാനും പൊന്നായും എല്ലാവരും കൂടെ കുടിച്ച് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.